ആർക്കിടെക്ചർ ആയിരുന്ന ഗൗതമും നിത്യയും തമ്മിൽ ഇഷ്ടത്തിലാവുന്നുണ്ട്. ഗൗതമിന്റെ അച്ഛൻ കാർത്തിക് അവന്റെ അമ്മ മരിച്ച ശേഷം വളരെ ചെറിയ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നു. ഗൗതമാണ് ആ വിവാഹം നടത്തി കൊടുക്കുന്നത്. ഇതൊക്കെ അറിയുന്ന നിത്യയുടെ അച്ഛന് ഗൗതമിന്റെ ഫാമിലിയിലേക്ക് മകളെ കെട്ടിച്ചയക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും മകളുടെ ഇഷ്ടത്തിന് വഴങ്ങി അയാൾ കല്യാണത്തിന് സമ്മതിക്കുന്നു. എന്നാൽ ആഘോഷമായൊന്നും വേണ്ട, രജിസ്റ്റർ മാരേജ് ചെയ്താൽ മതിയെന്ന് അയാൾ പറയുന്നുണ്ട്. നിത്യയ്ക്കും അതായിരുന്നു ഇഷ്ടം. എന്നാൽ ഗൗതമിന് കോളേജിൽ വെച്ച് ദിയ എന്നൊരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു. അവളുടെ വീട്ടുകാർ എതിർത്തിട്ടും അവൻ അവളെ രജിസ്റ്റർ മാരേജ് കഴിക്കുന്നുണ്ട്. പിന്നീട് അവർ ബ്രേക്കപ്പ് ആവുന്നു. അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് നോട്ടീസ് കിട്ടാതെ മറ്റൊരു വിവാഹം അവന് കഴിക്കാനാവില്ല. ഇതൊന്നും തന്നെ അവൻ നിത്യയോട് പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ദിയ അവരുടെ കമ്പനിയിൽ ജോലിക്ക് വരുന്നത്. കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിലും ഗൗതമിന് അത്ര പെട്ടെന്ന് ഡിവോഴ്സ് കൊടുക്കണ്ട എന്ന് ദിയ കരുതുന്നുണ്ട്. അവളിപ്പോൾ മറ്റൊരാളെ വിവാഹമൊക്കെ കഴിച്ച് ഹാപ്പിയായി ജീവിക്കുകയാണ്. അവൾ ഗൗതമിന് ഡിവോഴ്സിനായി കുറേയിട്ട് വട്ടം കറക്കുന്നുണ്ട്. പിന്നീടാണ് തന്റെ അച്ഛൻ കാരണം തന്നെയാണ് അവൻ തന്നെ ഇട്ടിട്ട് പോയതെന്ന് അവൾ മനസ്സിലാക്കുന്നത്. അവളുടെ അച്ഛൻ അവന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. അവൻ കാരണം അച്ഛനൊന്നും സംഭവിക്കരുതെന്ന് കരുതിയാണ് ഗൗതം അവളെ വിട്ടുപോയത്. ഇതൊക്കെ അറിയുന്ന ദിയ അവന് ഡിവോഴ്സ് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. അവളുടെ ഹസ്ബൻഡിനോട് എല്ലാം തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ അവർ ഡിവോഴ്സ് ആകുന്നു. അന്ന് തന്നെയാണ് നിത്യയുടെയും ഗൗതമിന്റെയും വിവാഹം. നിത്യയുടെ അച്ഛനൊരു ഡിവോഴ്സ് വക്കീലായിരുന്നു. അദ്ദേഹത്തിന്റെ ജൂനിയർ വക്കീലിന്റെ അടുത്താണ് ഗൗതം തന്റെ ഡിവോഴ്സിനായി വരുന്നത്. കാര്യങ്ങളൊക്കെ അറിയുന്ന നിത്യയ്ക്ക് തന്നോട് ഇതെല്ലാം ഇത്രയും കാലം അവൻ മറച്ചു വെച്ചില്ലേന്നോർത്ത് ദേഷ്യമുണ്ടായിരുന്നു. എന്നിരുന്നാലും അവൾ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഗൗതം വന്ന് അവളോട് സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ രഹസ്യങ്ങളുടെ മറയെല്ലാം നീക്കി വീണ്ടും ജീവിക്കാൻ ആരംഭിക്കുന്നു.